അപ്പൊ ശൈത്യ ഇന്ന് അനുമോളുടെ മുമ്പിൽ ശൈത്യയുടെ വിശ്വരൂപം തുറന്നു കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതെ, ശൈത്യയുടെ വിശ്വരൂപമായിട്ടുള്ള കട്ടപ്പയെ ശൈത്യ തുറന്നു കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം ശൈത്യ അനുമോളെ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന് അനുമോക്ക് പൂർണ്ണമായിട്ടും ഉറപ്പായിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ എപ്പിസോഡ് റിവ്യൂല് പറയാൻ മറന്നു പോയതാണ്. ശൈത്യയെ വിശ്വസിക്കരുതെന്ന് മസ്താനി അനുമോളെ രാത്രി പറയുന്നുണ്ടായിരുന്നു. അതിനെ പറയാൻ വിട്ടുപോയി. പക്ഷെ അത് ഇന്ന് എക്സ്പോസ്ഡ് ആയി എന്ന് വേണം പറയാൻ. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത് മാറിയിട്ടില്ല, കോൾഡ് മാറിയിട്ടില്ല. അപ്പം വലിയൊരു റിവ്യൂ അല്ല, വലിയ കണ്ടന്റും ഇല്ല. എന്നാലും മെയിൻ നടന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. രാവിലെ തന്നെ അനീഷ് പറയുകയാണ്, നട്ടലില്ലാത്ത വെറും വേസ്റ്റ് ആയിട്ടുള്ള ഫ്ലോപ്പ് ആയിട്ടുള്ള മോശം വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നതെന്ന് അനീഷ് പറയാണ്, ഉറക്കെ പറയുകയാണ്. അതായത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ? അതായത് വൈൽഡ് കാർഡുകളെ പോരിഞ്ഞ് വിളിക്കുന്ന പോലെയാണ് അനീഷ് പെരുമാറുന്നത്. വൈൽഡ് കാർഡുകളുമായിട്ട് ഏറ്റുമുട്ടാൻ ഗെയിം ഇറക്കാനാണ് അനീഷ് അവിടെ നോക്കിയത്. മോശം വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നതെന്നാണ് അനീഷ് പറയുന്നത്. ചെറിയൊരു സത്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. എന്നാലും അനീഷ് അവിടെ പറയാണ്. പക്ഷെ ഇവിടെ അനീഷ് ബിഗ് ബോസിന്റെ വിശ്വാസ്യതയാണ്, അതായത് ആ ഒരു ബിഗ് ബോസിനെയാണ് അനീഷ് വിമർശിച്ചിരിക്കുന്നത്. ബിഗ് ബോസിനെ വിമർശിക്കാൻ അനീഷിന് ഒരു അധികാരവും ഇല്ല, ഒന്നാമത്തെ കാര്യം. പറയുന്നതിലും കാര്യമില്ലാതില്ല. എനിവേ, അപ്പൊ അനീഷ് ഇത് പറയാണ്. അപ്പൊ അനീഷ് പറഞ്ഞ് ഇതിന്റെ പേരിൽ അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാവുകയാണ്. പിന്നീട് അതായത് ജിഷിൻ ഇവിടെ അനീഷിന്റെ, അതായത് ജിഷിൻ അല്ല മസ്താൻ ഇവിടെ ഇപ്പൊ അനീഷ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. നട്ടലില്ലാത്ത കുറെ വൈൽഡ് കാർഡ് എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പം മസ്താൻ ഇതിൽ പിടിച്ചിട്ട് തനിക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് തന്റെ ഭാര്യ തന്നെ ഇട്ടിച്ച് പോയതെന്ന് ആര് പറയാണ്? നമ്മുടെ മസ്താനി അനീഷിനെ നോക്കി പറയാണ്. ഇത് ജിഷിനാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാണ്. ഇതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ലക്ഷ്മിയും ജിഷിനും തമ്മിലൊരു വാക്കേറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ലക്ഷ്മി ഒരു ഫീമെയിൽ ഷോവിനിസ്റ്റ് ആണെന്ന് ജിഷിനോടെ പറയുന്നുണ്ട്. പിന്നെ അക്ബർ ആണെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നട്ടലില്ലാത്തതെന്ന് വിളിക്കാൻ ഇവർക്ക് ആർക്കും അധികാരമില്ലെന്ന് അക്ബർ ഇവിടെ അവിടെ ഒരു പ്രശ്നം അവിടെ വഴക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കിച്ചണിൽ മെയിൻ നടന്നത്. പിന്നെ ഷാനവാസും ലക്ഷ്മിക്കിട്ട് വൃത്തി കൊടുക്കുന്നുണ്ട്. അക്ബർ ജിഷിനിട്ട് കൊടുക്കുന്ന പോലെ ഷാനവാസ് ലക്ഷ്മിക്കിട്ട് വൃത്തി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ടൈമിന് ഫുഡ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ ലക്ഷ്മി ഇന്ന് ഷാനവാസോട് കംപ്ലൈന്റ് പറഞ്ഞ ലക്ഷ്മിക്ക് ഇന്ന് തിരിച്ചു കിട്ടി. ഷാനവാസ് തിരിച്ചു ചോദിച്ചു, ടൈമിന് എന്തുകൊണ്ട് ഫുഡ് തന്നില്ലെന്ന് തിരിച്ചു ചോദിച്ചു. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എനിവേ, പിന്നീട് വൈൽഡ് കാർഡുകൾക്ക് ടാസ്ക് കൊടുക്കേണ്ടത് പണിപ്പുര ടാസ്ക് പ്ലസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വീട് 2 ഗ്രൂപ്പായി. നേരത്തെ 2 ഗ്രൂപ്പായത്, പക്ഷെ ഇപ്പൊ വീട് പിന്നെ 2 ഗ്രൂപ്പായി. ഹൗസ് മേറ്റ്സ്, അതായത് നിലവിലുള്ള ഹൗസ് മേറ്റ്സ് വേഴ്സസ് വൈൽഡ് കാർഡുള്ള 2 ഗ്രൂപ്പാക്കി ബിഗ് ബോസ് കളിച്ചിരിക്കുകയാണ്. ഇതില് വൈൽഡ് കാർഡുകളെ ഒരു ടീമാക്കി, ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിനെ ഒരു ടീമാക്കി വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. വൈൽഡ് കാർഡുകൾക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ്. എന്താന്ന് വെച്ചാൽ ഒരു റാങ്കിങ് ടാസ്ക് ആണ്. വൈൽഡ് കാർഡുകൾ മറ്റുള്ള ആൾക്കാരെ റാങ്ക് ചെയ്യാനുള്ള ടാസ്ക് ആണ്. ബിഗ് ബോസ് കുറെ ചിപ്സ് വരും, അതിനകത്തൊരു ടോപ്പിക് കാണും. ആ ഒരു ടൈറ്റിൽ കാണും. ആ ടൈറ്റിൽ ബേസ് ചെയ്തിട്ട് റാങ്കിങ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിനെ റാങ്കിങ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഇവരെടുക്കുന്ന ചിപ്സ് എന്ന് പറയുന്നത് ബുദ്ധിശാലി എന്നുള്ളൊരു ചിറ്റാണ് കിടക്കുന്നത്. അതായത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുന്ന ആരെന്നാണ് റാങ്ക് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് റാങ്ക് ചെയ്യുന്നത് എല്ലാവരും കൂടെ റാങ്കിൽ സെലക്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാ പൊസിഷനും പറയുന്നില്ല, ഫസ്റ്റ് കുറെ പൊസിഷൻസ് പറയാം. ഒന്നാമത് ജിസയില് അവര് റാങ്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനീഷിനെ എടുക്കുന്നുണ്ട്, നോറേനെ എടുക്കുന്നുണ്ട്. പിന്നെ 4ാമത്തെ റാങ്ക് ഷാനവാസിനും അക്ബറിനുമാണ് 5ാമത്തെ റാങ്ക് കൊടുക്കുന്നത്. ഏറ്റവും കുറവ് റാങ്ക് കിട്ടിയത് നമ്മുടെ ആര്യനും പിന്നെ രേണുവിനും ആദിലയ്ക്കും ശൈത്യക്കും ഒക്കെയാണ് ഏറ്റവും കുറവ് റാങ്ക് കിട്ടിയത്. അപ്പം ഇതില് ഇവര് ഹൗസ് മേറ്റ്സിനുള്ള ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവര് എന്തിന്റെ ടൈറ്റിലിന്റെ ബേസിലാണ് ഇവർ റാങ്ക് ചെയ്തതെന്ന് ഹൗസ് മേറ്റ്സിന് അറിയില്ല.
അത് ഇവര് ഊഹിച്ച് പറയണം. അത് ബിഗ് ബോസ് ഓപ്ഷൻസ് കൊടുക്കും. ആ ഓപ്ഷൻസ് ഇവര് പറഞ്ഞ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, പറയുക. അപ്പൊ അങ്ങനെ ബുദ്ധിശാലി എന്നുള്ള ഇത് ആ ഒരു ഓപ്ഷൻ ഇവർ കറക്റ്റ്ലി സെലക്ട് ചെയ്ത് ഇവിടെ ഹൗസ് മേറ്റ്സ് വിജയിച്ചിരിക്കുകയാണ്. അപ്പം ഹൗസ് മേറ്റ്സ് വിജയിക്കുമ്പം ഈ വൈൽഡ് കാർഡുകൾക്ക് പണി കിട്ടും. ആ പണി എന്താന്ന് വെച്ചാൽ ആ വൈൽഡ് കാർഡുകളിൽ ഒരാൾ, ഹൗസ് മേറ്റ്സ് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പണിപ്പുരയിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അവരെല്ലാരും കൂടെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് മസ്താനിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ റെനെ ആണെങ്കിൽ മസ്താനിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞ മസ്താനി ഇവിടെ റെനേനെ വല്ലാണ്ട് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മസ്താനി കുറച്ച് ഓവറായിട്ട് വരുന്നുണ്ടെന്ന ഫീലാണ്. കാരണം മസ്താനി വല്ലാണ്ട് റെനെ, അതായത് റെനയുടെ ബോയ് ഫ്രണ്ടിന്റെ പേരിൽ വെച്ചൊക്കെ ട്രിഗർ ചെയ്യുന്നത് കുറച്ച് മോശം പരിപാടിയാണ്. അങ്ങനെ ആ ഫസ്റ്റ് റൗണ്ട് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ചത്, പണി കിട്ടിയത് നമ്മുടെ വൈൽഡ് കാർഡുകൾക്കും വിജയിച്ചത് ഹൗസ് മേറ്റ്സും ആയിരുന്നു. അങ്ങനെ അവിടെ ആ ടാസ്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അവർ സെക്കൻഡ് ചിറ്റ് എടുക്കുകയാണ്. ഈ ചിറ്റില് സ്ക്രീൻ പ്രസൻസ് എന്നുള്ള ടൈറ്റിലാണ് ഇവർക്ക് കിട്ടുന്നത്. ഒബ്വിയസ്ലി അവർ ഫസ്റ്റ് റാങ്ക് കൊടുത്തത് നെവിനും, പിന്നെ സെക്കൻഡ് ജിസയില്, തേർഡ് അനുമോള്, ഫോർത്ത് അക്ബർ. ഇതിൽ എപ്പോഴും ഷൈത്യൻ എപ്പോഴും അവർ ലാസ്റ്റ് ഇടാനാണ് നോക്കുന്നത്. അപ്പം ഇതില് ഇവർക്ക് കറക്റ്റ്ലി, അതായത് ഹൗസ് മേറ്റ്സിന് കറക്റ്റ് ടൈറ്റിൽ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ വൈൽഡ് കാർഡ് വിജയിക്കുകയാണ്. ഈ ഹൗസ് മേറ്റ്സിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, പണിപ്പുരയിൽ ആ ബോംബ് പൊട്ടുമ്പോൾ ആർക്ക് നേരെയാണോ ഇവര് പൊട്ടുന്നത് അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഇവര് സെലക്ട് ചെയ്യുന്ന ഒരാളും കൂടെ ഷെയർ ചെയ്യേണ്ടി വരും. അതായത് ഈ വൈൽഡ് കാർഡ്സ് വിജയിക്കുമ്പോൾ ഈ ഹൗസ് മേറ്റ്സിന്റെ കയ്യിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്യുന്ന ആള് പണിപ്പുരയിലെ പണിപ്പുരയില് അവർക്ക് കിട്ടുന്ന ആ ബോംബിന് ആഘാതം ആർക്കാണ്, ആ ബോംബ് ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെ അവർ ടാർഗറ്റ് ചെയ്യും. വൈൽഡ് കാർഡ്സ് ടാർഗറ്റ്. ആ പണി എന്ത് ചെയ്യാം, ആ പണി ഇവരുമായിട്ട് ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഈ വൈൽഡ് കാർഡ്സ് ഈ ഒരു ടാസ്ക് ഇവിടെ സെലക്ട് ചെയ്ത ആ പണി കൊടുക്കുന്ന ആളുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇവരിവിടെ ഫസ്റ്റ് ജിസൈലിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ജിസൈലിനെ പണി കൊടുക്കാനാണ് പണി ഷെയർ ചെയ്യാനാണ് ഇവര് ചൂസ് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവർ ആ കറക്റ്റ് ടൈറ്റിലിനനുസരിച്ച് റാങ്ക് ചെയ്തു ഫീൽ ചെയ്തു. അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഇവർ ആ കറക്റ്റ് റാങ്കിങ് ചെയ്യാതെ ഒന്ന് ഷഫിൾ ചെയ്ത് റാങ്കിങ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഒരു ഗെയിം വൈസ് റാങ്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് ഫീൽ ചെയ്തു. എനിവേ നോക്കാം. ആൻഡ് നെക്സ്റ്റ് അവിടെ മൂന്നാമത്തെ ചിറ്റ് അവിടെ എടുക്കുകയാണ്. മൂന്നാമത്തെ ചിറ്റ് എന്ന് പറയുന്നത് സത്യസന്ധത എന്നുള്ള ടൈറ്റിലാണ് കിട്ടുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത് അനുവിനാണ്. പിന്നെ സെക്കൻഡ് റാങ്ക് അനീഷിനാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇടുന്ന ബിന്നിക്കുമാണ്. ഇവിടെ ജയിക്കുന്നതും വൈൽഡ് കാർഡുകൾ തന്നെയാണ്. തേർഡ് റൗണ്ടിൽ ജയിക്കുന്നതും വൈൽഡ് കാർഡുകൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കറക്റ്റ് ടൈറ്റിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബുദ്ധിപൂർവ്വം ചിന്തിച്ചത് അഭിലാഷ് മാത്രമാണ്. അഭിലാഷ് പറയുന്നുണ്ട്, ഇത് ഫസ്റ്റ് ഇവിടെ അനുമോളെയാണ് സെലക്ട് ചെയ്തത്, സെക്കൻഡ് അനീഷിനെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇവര് പറയുന്ന ഓപ്ഷൻ സത്യസന്ധതയല്ല, സ്വാർത്ഥതയാണ് ഈ വീട്ടുകാർ സെലക്ട് ചെയ്ത ഓപ്ഷൻ. അതല്ല, സ്വാർത്ഥതയല്ല, സത്യസന്ധത എന്നുള്ളത്. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു നോക്കുക. അനുമോളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, അഭിലാഷ് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു, പക്ഷെ അഭിലാഷിനെ എല്ലാം തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇവര് സ്വാർത്ഥത പിടിച്ചു. സ്വാർത്ഥത തെറ്റായിരുന്നു. അഭിലാഷിന്റെ പോയിന്റ് ആയിരുന്നു ശരി, സത്യസന്ധതയായിരുന്നു. അങ്ങനെ വൈൽഡ് കാർഡുകൾ ജയിക്കുകയാണ്. പണി കിട്ടിയത് നമ്മുടെ അനിമോക്കാണ് പണി കിട്ടിയത്. ഇനി തേർഡ്, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അനുമോളും ആദിലയും തമ്മില് ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. അത് ഈ ശൈത്യനെ പറ്റിയിട്ടുള്ള ടോക്കാണ് അവിടെ നടക്കുന്നത്. ശൈത്യന്റെ കേസ് ഞാനത് പറയാം. തേർഡ് എന്ന് പറയുന്നത് ഫോർത്ത് ചിറ്റ് എന്ന് പറയുന്നത് ഹൈജീനാണ് ടൈറ്റിലായിട്ട് കിട്ടിയിരിക്കുന്നത്. അവര് റാങ്കിങ് കൊടുക്കുന്നത് ആര്യൻ, നെവിൻ, അക്ബർ, അനുമോൾ, അങ്ങനെയാണ് ഇവര് റാങ്കിങ് കൊടുക്കുന്നത്. ഇതില് വൈൽഡ് കാർഡുകളാണ്, അതല്ല, ഇവര് ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് അനീഷ്, ജിസയില്, അങ്ങനെയാണ് ഫോർത്ത് അപ്പാനി, അങ്ങനെയാണ് ഇവര് റാങ്കിങ് കൊടുക്കുന്നത്. ഇതില് വിജയിച്ചത് ഹൗസ് മേറ്റ്സ് കറക്റ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ പണിപ്പുരയിൽ നിന്ന് ഔട്ടായത് നമ്മുടെ പ്രവീണാണ്. നമ്മുടെ ട്രേഡിംഗ് മല്ലു പ്രവീണാണ് ഔട്ടായത്. അങ്ങനെ പിന്നെ ഫിഫ്ത്ത് ചിറ്റ് എടുക്കുകയാണ്. അപ്പൊ സമാസമമായല്ലോ, രണ്ടിവർക്ക് രണ്ടവർക്ക്. അപ്പൊ ഫിഫ്ത്ത് റൗണ്ട് നടക്കുകയാണ്.
ഇതിൻ്റെത് സ്മാർട്ട് എന്നുള്ള ടൈറ്റിലാണ് ഇവർക്ക് കിട്ടിയത്. സ്മാർട്ട് എന്നുള്ള ടൈറ്റിൽ ഫസ്റ്റ് വീണത് ആര്യൻ, മൂന്നാമത് നെവിൻ, രണ്ടാമത് നെവിൻ, മൂന്നാമത് അക്ബർ, നാലാമത് അനിമോൾ. അങ്ങനെ ഇതിലും വൈൽഡ് കാർഡാണ് ജയിച്ചത്. അങ്ങനെ റെനയ്ക്കാണ് പണി കിട്ടിയത്. റെനയാണ് പണി ഷെയർ ചെയ്യേണ്ടത്. റെനയാണ് ഇതിലെ പണി ഷെയർ ചെയ്യേണ്ടത്. അവസാനം എന്ത് ചെയ്തു, ഇതില് 3-2 എന്നുള്ള ക്രമത്തില് വൈൽഡ് കാർഡാണ് ഈ ഒരു ടാസ്ക് വിജയിച്ചത്. എനിവേ പക്ഷെ രണ്ടുപേർക്കും ഒരുവിധം പണി കിട്ടിയിട്ടുണ്ട്. എനിവേ ഇനി നെക്സ്റ്റ് നടക്കുന്നത് നമ്മുടെ ശൈത്യയുടെ കട്ടപ്പ കുത്തലാണ് നടക്കുന്നത്. അതായത് ശൈത്യ ബുള്ളി ഗ്യാങ്ങിന്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഞാൻ അനിമോളുടെ എന്തെങ്കിലും കുറ്റങ്ങൾ ഇവിടെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അനിശത്തൊക്കെ ഇല്ലല്ലോ. ആര് പറയുന്നത്? ഇല്ല, പറഞ്ഞിട്ടില്ലല്ലോ. ശൈത്യ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് ഇപ്പൊ അനിമോള്. അപ്പം അങ്ങനെ അവരുടെ ടോക്ക് കിടക്കുന്നുണ്ട്. ഇപ്പൊ അനിമോള് വൈൽഡ് കാർഡ് പറഞ്ഞിട്ട് അനിമോൾ ഇപ്പൊ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, എന്നോട് ഇപ്പം മിണ്ടുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ശൈത്യ എന്ത് ചെയ്യുന്നത്, ശൈത്യ അവിടെ ഓരോരോ രഹസ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, പരസ്യമാക്കി കൊടുക്കുന്നുണ്ട്. അനിമോള് ഏകദേശം ശൈത്യ എന്ത് ചെയ്യാണ്, അവിടെ ഒച്ചിക്കൊടുത്തു തന്നെ പറയണം. നല്ല രീതിക്ക് ശൈത്യ എന്ത് ചെയ്ത് അനിമോളെ ഒച്ചിക്കൊടുത്തു. ആൻഡ് എന്താണ് മെയിൻലി ശൈത്യ അവിടെ അനിമോളെ വിട്ട് കളിച്ചു എന്നാണ് പറയുന്നത്. അതായത് അനിമോളെ വിറ്റ് കളിച്ചു എന്ന് അങ്ങനെ പറഞ്ഞുകൂടാ. എന്നാലും അനിമോളെ വെച്ച് നിന്നിരുന്ന ശൈത്യ ഇപ്പം അനിമോളെ കയ്യിൽ നിന്നും അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ശൈത്യയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം. എനിവേ അത് ശൈത്യക്ക് നെഗറ്റീവ് ആവുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ അനിമോളെ കൂടെ നിന്നാ തനിക്ക് പോസിറ്റീവ് ആവുന്നുള്ള രീതിക്ക് മസ്താനി ഇപ്പൊ അനിമോളെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവര് വൈൽഡ് കാർഡുകൾ പണിപ്പുരയിൽ പോവാണ്. പണിപ്പുരയിൽ പോയിട്ട് മാക്സിമം അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ കളക്ട് ചെയ്തതിൽ കൂടുതലും ചെറിയ ബോംബ്, ഷോർട്ട് ബോംബോ എന്താണ് അവർ കളക്ട് ചെയ്തത്. കൂടുതലും മീഡിയം ബോംബാണ് ഇവർ കളക്ട് ചെയ്തത്. മീഡിയം ബോംബ് കളക്ട് ചെയ്തത് മീഡിയം പണിയാണ് കിട്ടുന്നത്. അങ്ങനെ അവർക്ക് കിട്ടുന്ന പണി എന്താന്ന് വെച്ചാൽ 2 വീക്കെൻഡ്. ഇതിൽ ഈ വൈൽഡ് കാർഡുകൾക്ക് പണി കിട്ടിയ 2 പേരുണ്ടല്ലോ, അവർക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇവർക്ക് പണി കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ അടുത്ത 2 വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടനെ കാണാൻ പറ്റില്ല. ലാലേട്ടന്റെ 2 വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഇവർക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത്. ബിഗ് ബോസിന്റെ പണി എന്ന് പറയുന്നത് അത് ഇവര് ചിട്ടെടുത്താണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചിട്ടെടുത്ത് സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ അടുത്ത 2 എപ്പിസോഡും ശ്രീ മോഹൻലാലിനെ കാണാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഷാനവാസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഷാനവാസിന്റെ പണി ഷെയർ ചെയ്യുന്നത് റെനേനെയാണ്. റെന അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ റെനേനെയാണ് ആ പണി അവർ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ റെന എന്ത് ചെയ്യാണ്, റെന മസ്താനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. മസ്താനി റെനയുടെ മിഡിൽ ഫിംഗർ കാണിച്ചു എന്നുള്ള രീതിക്ക് മസ്താനിക്കെതിരെ റെന ആരോപണം ഉന്നയിക്കുന്നു. എന്റെ ബോയ്ഫ്രണ്ടിനെ പറ്റി അനാവശ്യം എന്താ ശരിക്കും പറഞ്ഞ സെക്ഷലി എന്തോ മസ്താനി പറഞ്ഞു. അങ്ങനെ എന്തോ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്താ ആ ഒരു രീതി അങ്ങനെ ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു എന്ന് റെനയുടെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ മസ്താനി അത് ഫുള്ളി തള്ളിക്കളയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, മിഡിൽ ഫിംഗർ അതായത് മോശം ഗെസ്റ്റർ കാണിച്ചിട്ടേ ഇല്ലെന്ന് മസ്താനി പറയാണ്. ഇതിനിടയ്ക്ക് അക്ബറും ഷാനവാസും അവിടെ വയ്യ എന്നുള്ള ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് തന്തയ്ക്ക് വിളി തുടങ്ങി. ആര്? അക്ബർ തുടങ്ങി. അപ്പൊ ഷാനവാസ് പറയുന്നത് അങ്ങനെയാണ് വിളിക്കേണ്ടി വന്നാൽ വിളിക്കും. അങ്ങനെ പറഞ്ഞ് അക്ബറും ഷാനവാസും മൊട്ട അടിയായി. പൊരിഞ്ഞടിയായി. ഒരു ഫിസിക്കൽ അടുത്ത നേർക്ക് നേര് നിന്ന് വരെ അവര് ഒരു ഫൈറ്റിലോട്ട് പോയി. അങ്ങനെ അനീഷ് മിഡിലിൽ നിൽക്കുകയാണ്. അനീഷ് കയറി ഇടപെടുകയാണ് ഫൈറ്റ് നിർത്താൻ വേണ്ടി. ഈ നെവിൻ അവിടെ മാറി നിൽക്കുന്നത്. നെവിനെ പറഞ്ഞ കാര്യമില്ല. അനീഷ് അവിടെ നേർക്ക് നേരെ നിൽക്കുകയാണ്. നേർക്ക് നേരെ നിന്നിട്ട് എല്ലാവരും ഇരിക്കാൻ പറയാണ്. ഇരുന്നിട്ട് പോലും അവരുടെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തപ്പോൾ ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിൽ വിളിച്ചു. അങ്ങനെ ബിഗ് ബോസ് എന്ത് ചെയ്യാണ്, ബിഗ് ബോസിന്റെ ആംഗ്രി മോഡ്, അതായത് ദേഷ്യത്തോടെ പറയാണ്. 2 പേരും നിർത്താനല്ലേ പറഞ്ഞത്. അങ്ങനെ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. 2 പേര് നിർത്താൻ പറഞ്ഞാൽ നിർത്താം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അവിടെ ഭയങ്കര ഷൗട്ടിംഗ് മോഡിലാണ് നിൽക്കുന്നത്, ആംഗ്രി മോഡിലാണ് നിൽക്കുന്നത്. അവര് ബിഗ് ബോസിനെ പോലും അനുസരിക്കുന്നില്ല. ബിഗ് ബോസിൽ 2 പേർക്കും മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് എന്ന് പോലും ബിഗ് ബോസ് പറയാണ്. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇവർ അങ്ങ് മിണ്ടാതിരിക്കുന്നില്ല. ഇവര് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കവിടെ ഉണ്ടാവുകയാണ്. ഈ സീസണില് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഈ സീസണില്. ഇതെന്താ ഇത്? 2 പേരും മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്? നിങ്ങളോട് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനല്ല, നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിവിടെ വിളിച്ചു വരുത്തിയത്
എന്നൊക്കെ ബിഗ് ബോസ് ഭയങ്കര ഒരു ദേഷ്യത്തോടു കൂടി ഷൗട്ട് ചെയ്താണ് ബിഗ് ബോസ് പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും കേൾക്കുന്നില്ല. രണ്ടുപേരും കുറച്ചു നേരം മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരവിടെ കൺഫെഷൻ റൂമിൽ ഇരിക്കുകയാണ്. പിന്നീട് അവർ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. ബിഗ് ബോസ് അപ്പോഴും ഷൗട്ടിങ് അല്ല, പക്ഷെ ഒരു ദേഷ്യത്തോട് പറയാണ്, ഇനി ഈ വീട്ടിൽ ഒരു ഫിസിക്കൽ അഗ്രഷനോ അത് മാത്രമല്ല മോശമായ പ്രവൃത്തികളോ വാക്കുകളോ ആരെങ്കിലും പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു മുഖം നോക്കാതെ നടപടി എടുക്കും. അതായത് തൽക്ഷണം നടപടി എടുത്തിരിക്കും. അതായത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും എന്നാണ് ബിഗ് ബോസിന്റെ പുതിയ റൂൾ ഇറക്കിയിരിക്കുന്നത്. ഈ നിയമം എല്ലാവരും കൃത്യമായി പാലിക്കണം എന്ന് ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ അനുമോളും ഗിസേൽ, പക്ഷെ അനുമോളും ഗിസേൽ ഇന്നലെ ജയിലിൽ പോയില്ല കേട്ടോ. ഇന്നലെ അനുമോളും ഗിസേൽ ജയിലിൽ പോയില്ല. പോയോ ഇല്ലയോ? ഇപ്പൊ ഞാൻ BB+ കണ്ടില്ല. അല്ല, ഇന്നലെ BB+ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ രണ്ടുപേരും ജയിലിൽ പോയിട്ടില്ല. അങ്ങനെ രണ്ടുപേരും ജയിലിൽ പോവുകയാണ്. ജയിലിൽ പോയിട്ട് എന്താ, ശനിയാഴ്ച അടയും ചക്കര ആയിരുന്നവര് ഇന്ന് തിങ്കളാഴ്ച ആയപ്പോഴേക്കും മൊട്ടനടിയായി. അനുമോളാണെങ്കിൽ അനുമോളുടെ ബാഡ്ജിൽ ജിസേലിന്റെ ഫോട്ടോ ആയിരുന്നു. അപ്പൊ അത് ഒരുമാതിരി യക്ഷിപ്പല്ല് കണക്കെ ആക്കിയത് ജിസേൽ അത് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അനുമോളുടെ ബാഡ്ജ് ആണെങ്കിൽ ജിസേൽ പിൻപൊട്ടി പോയിട്ട് അനുമോൾ ബാഡ്ജ് ജിസേൽ തൂക്കുന്നുമില്ല. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ കിടന്ന് ഭയങ്കര വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും വലിയൊരു വാക്കേറ്റം ഉണ്ടാവുന്നില്ല. അവരെ കിടന്ന് ഭയങ്കര വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ് സംസാരിക്കാനാണ് ബിഗ് ബോസ് ഇവിടെ വരുത്തിയത്. അങ്ങനെ നെവിന് അവിടെ കിടന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് വന്ന് ഇവരെ ജയിലിൽ പോയി ഇവരെ കാണുന്നുണ്ട്. അതെന്തിനാണ്? രണ്ടുപേരും തമ്മിലൂടെ സംസാരിക്കുമ്പോൾ ഈ മൂന്നാമതൊരാൾ ഇടപെടുമ്പോഴാണ് അവിടെ വഴക്കുണ്ടാവുന്നത്. അവർ രണ്ടുപേരും സംസാരിക്കട്ടെ, പക്ഷെ രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്നില്ല, പഴയതുപോലെ സംസാരിക്കുന്നില്ല. ആൻഡ് അവിടെ ഇതിന്റെ പേരിൽ അവര് ആക്കി വെച്ചുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ശൈത്യയുടെ തനിക്കുണം എന്താണെന്ന് അനുമോൾ തിരിച്ചറിയുന്ന ഒരു ടൈമാണ്. അപ്പം റെന അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അനുമോളുടെ കൂടെ ശൈത്യ പോലും ഇപ്പൊ അനുമോളുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്ന് റെന അവിടെ പറഞ്ഞു. ജിസേൽ ഏച്ചു പിടിക്കുന്നു, ശൈത്യനെ വിളിക്കുന്നു. അങ്ങനെ ശൈത്യ എന്ത് പറയാണ്, ശൈത്യം ഞാൻ എത്ര വട്ടം ഞാൻ ആരെയും നിന്റെ പുറകിൽ ശൈത്യം നടന്നില്ല, അപ്പൊ അവളെ ആരും എന്റെ പുറകിൽ നടന്നില്ല, ഞാൻ ആരാ നിന്റെ പുറകിൽ നടക്കാണെന്ന് ശൈത്യ പറയുകയാണ്. ശൈത്യ നീ എന്റെ നല്ല ഫ്രണ്ട് അല്ല എന്നാര് പറയാണ്? ശൈത്യ പറയാണ്. ക്ലോസ്, തീർന്നു. അങ്ങനെ ശൈത്യയും അനുമോളും തമ്മില് ആയി. ശരിക്കും പറഞ്ഞാൽ നന്നായിന്ന് ഞാൻ പറയുള്ളൂ. അനുമോൾ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കട്ടെ, എന്തിനാണ് ഇവരൊക്കെ? അപ്പം ആദിൽ ഇവിടെ ഒന്ന് പറയാണ്, ശൈത്യനെ പറഞ്ഞു വിട്ട ഞാനാണെന്ന് ആദില പറയാണ്, ഞാനാണ് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്, പക്ഷെ അവള് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ അനുമോൾ അവിടെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. ശൈത്യയും ശൈത്യയും ഇനി നീ എന്റെ നല്ല ഫ്രണ്ട് അല്ലെന്ന് ശൈത്യം പറയുന്നുണ്ട് അനുമോളടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു അനുമോളുടെ ഒരു ജയിലിലുള്ള ബിഹേവിയർ കാണുമ്പോൾ അനുമോൾ എന്തോ ഗെയിം പ്ലാൻ ഉണ്ട് അനുമോക്ക്. അതായത് വിവാദങ്ങളിലൂടെ ഇവിടെ പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു ഒരു മൈൻഡാണ് അനുമോള്. ആ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് തോന്നുന്നു. അനുമോൾ ഇവിടെ നന്നായിട്ട് ഇപ്പൊ ഗെയിം കളിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം അനുമോൾ ഇപ്പൊ ഗെയിം കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അനുമോൾ ഇപ്പൊ ആ ഒരു ലെവലിൽ അനുമോൾ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയില്ല, പക്ഷെ അനുമോൾ അവിടെ ബുദ്ധിപൂർവ്വം ഇപ്പൊ ഗെയിം കളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ അവരങ്ങനെ ജയിലിലേക്ക് കിടക്കുകയാണ്. ഇത് പോരാനിട്ട് എന്ത് ചെയ്യാണ്, പോരാതെ അക്ബർ ഷാനവാസും തമ്മിൽ സംസാരിക്കണം. നല്ല കാര്യം അവര് പറഞ്ഞ് സംസാരിച്ച് തീർക്കുകയാണ്. ഉമ്മയുടെ ബാപ്പയുടെ കാര്യമൊക്കെ പറഞ്ഞ് അവരിവിടെ കരയുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ജിസേലിനെയും അനുമോളെ ജയിലിൽ കാണിക്കുന്നു. ജിസേൽ അവിടെ കിടക്കുന്നു, അനുമോളിവിടെ കിടക്കുന്നു, രണ്ടുപേരും അവിടെ കിടക്കുന്നു, മിണ്ടാട്ടമില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അനുമോളും മസ്താനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മസ്താനി കരയുന്നുണ്ട് അനുമോളെ മുമ്പിൽ. എന്തിനാ നീ കരയുന്നത്, ഞാൻ പിടിച്ച് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അനുമോൾ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നടന്ന മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ശൈത്യയുടെ റിയൽ ഫേസ് എന്താണെന്ന് അനുമോള് തിരിച്ചറിഞ്ഞു. ഒന്നാമത്തെ കാര്യം. പിന്നെ ഷാനവാസും അക്ബറും തമ്മിൽ മുട്ടനടിയായി. അതിനൊരു രണ്ടാമത്തെ കാര്യം. ആൻഡ് രണ്ടുപേർക്ക് ലാലേട്ടനെ കാണാൻ പറ്റില്ല അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ. അത് റനയ്ക്കും ഷാനവാസും ലാലേട്ടനെ കാണാൻ പറ്റില്ല. ഇളവ് കൊടുക്കോ ഇല്ലെന്ന് അറിയില്ല. ഇനി ലാലേട്ടൻ വന്ന് കാണണമെന്ന് പറഞ്ഞ് ഇളവ് കൊടുക്കുമായിരിക്കും, നോക്കാം. ആൻഡ് പിന്നെ പണിപ്പുരയിൽ രണ്ടുപേർക്ക് പണിപ്പുരയിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ സാബുമാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്തോന്നാണ് ബുള്ളി ഗ്യാങ്ങിനോട് ചേരാനുള്ള ഒരു പണിയാണ് സാബുമാൻ ശരിക്കും ബുള്ളി ഗ്യാങ്ങിനോട് ചേരാനുള്ള ഒരു പണിയിലാണ് സാബുമാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ സാബുമാൻ സ്വന്തമായിട്ട് ഒരു ഗെയിമും ഇല്ല, ഗെയിം പ്ലാനും ഇല്ല, ജസ്റ്റ് ഫോർ എ വെക്കേഷൻ അതിന് വേണ്ടി വന്ന കണക്കാണ് സാബുമാൻ അവിടെ നിൽക്കുന്നത്. സാബുമാൻ ഒരു നിലപാടോ ഗെയിമോ ഒന്നും ഇല്ലാത്ത ഒരാളാണെന്ന് ഫീൽ ചെയ്തു. കാരണം അവിടെ ബുള്ളി ഗ്യാങ്ങിലൂടെ നിൽക്കുന്നത്. കാരണം ഇവര് റനേനെ സെലക്ട് ചെയ്തപ്പോൾ ഇത് ജിസേലിനെ സെലക്ട് ചെയ്തപ്പം
സാബുമാൻ ജിസയിൽ ഒന്ന് സാബുമാനോട് ചോദിക്കുന്നുണ്ട്, അത് എന്താണ് നിങ്ങൾ എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തത്? അപ്പൊ സാബുമാൻ പറയുന്നത് അത് അവരെടുത്ത തീരുമാനമാണ്. അപ്പൊ സാബുമാൻ അവിടെ തീരുമാനമില്ലായിരുന്നോ? ഇതും പോരാനായിട്ട് പണിപ്പൂരെ പോകുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ട് സാബുമാൻ, പുള്ളിക്കാൻ ഫുൾ സപ്പോർട്ട് സാബുമാൻ. എന്തിന് പുള്ളിക്കാൻ ഫുൾ സപ്പോർട്ട് സാബുമാന്? എന്നിട്ട് സാബുമാൻ അവിടെ ബോഡി മസിഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇനി നമ്മുടെ സീസൺ 8 റാണവിനെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് തമിഴിന്റെ സീസൺ 9 ലോഗോ വന്നിട്ടുണ്ട്. അത് പറയാനാ മറന്നുപോയി. ബിഗ് ബോസ് സീസൺ 9 തമിഴ് സീസൺ 9 ലോഗോ വന്നു. നല്ലൊരു ലോഗോ ആണ്. ഈ പ്രാവശ്യം വിജയ് സേതുപതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇടാം. ആൻഡ് നമുക്ക് നോക്കാം. അത് പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. പക്ഷെ ആദ്യം ഇത് പറയാം. ആൻഡ് അങ്ങനെ എനിക്കറിയില്ല പുള്ളിക്ക് എന്താണ് ഗെയിം എന്നുള്ളത്. മിക്കവാറും അടുത്ത ആഴ്ച എല്ലാവരും സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്നു തോന്നുന്നു. ഇല്ലെങ്കിൽ സേഫ് ഗെയിം കളിക്കാനാണ് പുള്ളി വന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതുപോലെ മറ്റേ ആരെയും ഗിസൈലിന്റെ വിഷയം, അത് ഇന്ന് വലുതായിട്ട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഗിസൈൽ ജയിലിൽ വെച്ച് നമ്മളോട് ചോദിച്ചല്ലാതെ വേറെ ആരും വലുതായിട്ട് ചർച്ച ചെയ്തതുമില്ല. സാബുമാൻ ഗിസൈൽ വിഷയം വേറെ വലുതായിട്ട് ആരും ചർച്ച ചെയ്തതുമില്ല. അത് മാത്രമേ പുറത്താണ് ഈ ചർച്ച നടക്കുന്നത്. പുറത്ത് ചർച്ച നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഒരു ഡൗട്ട് കാര്യമാണ്. നിങ്ങൾ കാണോ ഇല്ലയെന്ന് എനിക്ക് അറിയണം, കാരണം വ്യൂസ് എനിക്ക് കുറവാണ് ഒബ്വിയസ്ലി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ വർഷം ഗബ്രി ജാസ്മിൻ എന്തിനാണ് സൈബർ ബുള്ളിങ് നേരിട്ടത്? ആ വീട്ടിൽ ബുള്ളിങ് നേരിട്ടത് ഇവരുടെ തമ്മിലുള്ള കോംബോ വെച്ചിട്ടല്ലേ? അതേ ഒരു മാറ്റർ തന്നെയാണ്, സീരിയസ്ലി അതേ ഒരു മാറ്റർ തന്നെയാണ് ഇവിടെ അനുമോള് ഉന്നയിച്ചത്. ഇവരൊക്കെ രണ്ടുപേർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. ഇപ്പൊ അനുമോള് സദാചാരകാരിയും ബാക്കി അവരൊക്കെ നല്ലവരുമായി. അപ്പൊ ഇവർ ജാസ്മിനും ഗബ്രിക്കും എതിരെ ഇത്ര നാള് പറഞ്ഞു നടന്ന പിന്നെ എന്തോന്നാണ്? ജാസ്മിനും ഗബ്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു നടന്ന ചില റിവ്യൂവേഴ്സ് ഇപ്പൊ എന്തോന്നാണ് അവർ കാണിക്കുന്ന ശരിയത് പറഞ്ഞു നടന്ന റിവ്യൂവേഴ്സ് ഇപ്പം അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആണ്. അത് അവരുടെ ഇഷ്ടമല്ലേന്ന് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അനുമോള് പറഞ്ഞെങ്കിൽ അത് അനുമോള് പ്രൂവ് ചെയ്യണം. അത് എന്തായാലും ഞാനിട്ട് വന്നിട്ട് ചോദിക്കും. മിക്കവാറും ചിരിച്ചു തള്ളി വിടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനുമോളെ വലിയ ഷൗട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. എന്തായാലും അനുമോളെ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാലും ഞാനിട്ട് വന്ന് ചെറുതായിട്ട് എന്താ മോനെ വിഷയം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും, ഉറപ്പാണ്. ഇവിടെ മസ്താനിക്കും 2 കൊട്ട് കിട്ടും, ജിഷിനും 2 കൊട്ട് കിട്ടും ലാലേട്ടന്റെ വക. നോക്കാം. എനിവേ ഇപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു ഓൾ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുന്നു, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.